ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. ഞാൻ കാർത്തിക. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ചും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത് പല ധാരണകളാണ്. ഇത്തരം ധാരണകളുടെയും സംശയങ്ങളുടെയും പിന്നിലുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരവുമായി നമ്മോടൊപ്പം ചേരുന്നത് മിസ്റ്റർ സതീഷ് കുമാറാണ്. ഗുഡ് മോർണിംഗ് സതീഷ്. ഗുഡ് മോർണിംഗ്. ഇന്ന് സാധാരണയായി കേട്ടുവരുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത്തരമൊരു മേഖലയെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പറയുന്നത് മണി ചെയിൻ ഇൻഡസ്ട്രി എന്നുള്ള ഒരു തരത്തിലാണ്. ഹെർബലൈഫ് കമ്പനിയും ഇത്തരത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു മണി ചെയിൻ ഇൻഡസ്ട്രിയുമായിട്ട് ഹെർബലൈഫ് കമ്പനിയെ ബന്ധപ്പെടുത്തുമ്പോൾ താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് കാർത്തിക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമേ മണി ചെയിൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വ്യക്തികൾ മണി ചെയിൻ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾ പെട്ടുപോകുന്നത് നമ്മുടെ ഈ സ്വന്തം ദൈവത്തിൻ്റെ നാടായ കേരളത്തിൽ നിന്നാണ്. മലയാളികളാണ് ഏറ്റവും കൂടുതൽ പേരും ഈ മണി ചെയിൻ തട്ടിപ്പിൽ പെട്ടുപോകുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ്, ഇപ്പോൾ ഹെർബലൈഫ് പറഞ്ഞു. ഹെർബലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പലവരും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ ഒരു സർവീസുമില്ല, ഒരു പ്രൊഡക്റ്റുമില്ല. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ 1 ലക്ഷം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര മാസം കൊണ്ടോ അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് അത് ഡബിൾ ആവും. സ്കീം. അങ്ങനെ പെട്ടുപോകുന്ന ജനങ്ങളാണ് വീണ്ടും ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവരെന്ത് ചെയ്യുന്നു, വീണ്ടും പെട്ടുന്നു. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നത് അതിൽ പോയി ഇതിൽ പിടിക്കാം, ഇതിൽ പോയി അടുത്തതിൽ പിടിക്കാം. അപ്പോൾ മലയാളികൾ എന്നും ഇതിൽ പെടുന്നതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും ഫസ്റ്റ് തന്നെ വന്ന് കേരളത്തിൽ വലയിടും. അതിൽ പോയി പെടുന്നതുകൊണ്ടാണ് പലവർക്കും ഈ ഒരു നല്ലൊരു സിസ്റ്റമായിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സിസ്റ്റത്തിനെ തെറ്റായി കാണുന്നത്. കാരണം ഇവരും കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്കിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അവർ നിങ്ങളുടെ താഴെ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് 10,000, ഇടിപ്പിക്കുന്ന വ്യക്തിക്ക് 10,000. അങ്ങനെയുള്ള ഒരുപാട് സ്കീമുകൾ വന്നത് കാരണമാണ് ഇത്രയും വലിയൊരു ഫ്രോഡ് കേരളത്തിലല്ല ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിനാണ് 2019 ഒരു പുതിയ നിയമം വന്നു അല്ലേ. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ മാർച്ചിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിലൂടെ 16 കമ്പനികൾക്ക് എന്ത് വന്നിട്ടുള്ളൂ, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി നിയമപരമായി കേരളത്തിൽ നടത്താനുള്ള 16 കമ്പനികളാണ് വന്നിട്ടുള്ളൂ. അതിൽ ഉൾപ്പെട്ട ഒരു കമ്പനിയാണ് ഹെർബലൈഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റം വന്നതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള തട്ടിപ്പ് കമ്പനികൾ വരുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നോക്കണം. അവരുടെ കയ്യിലുണ്ട് അല്ലേ, അതിലെന്ത് പോയി നോക്കണം, ഈ കമ്പനി ആ 16-ലുണ്ടോ. പക്ഷേ എത്രയൊക്കെ അടി കിട്ടിയാലും കൊട്ട് കിട്ടിയാലും മലയാളികൾ വീണ്ടും പോയിട്ട് അതിമോഹം കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, പൈസ ഇടുന്നു. ക്വിക്ക് റിച്ച് സ്കീമുകൾ അല്ലേ, പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോയി ഇടുന്നു. ഹെർബലൈഫ് ഒരിക്കലും അല്ല, അത് പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് തുല്യമായിട്ടുള്ള പ്രൊഡക്റ്റും സിസ്റ്റവും ഉണ്ട്. ഓക്കെ, ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയ്ക്ക് വരും കാലത്ത്, അതായത് ഫ്യൂച്ചറിലോട്ടുള്ള സ്കോപ്പ് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഷുവർ. കാരണം ഇനി വരുന്ന കാലഘട്ടങ്ങളിലാണ് ഇതിന് ഏറ്റവും വലിയ ഫ്യൂച്ചറും സ്കോപ്പും ഉള്ളത്. കാരണം നമുക്കറിയാം, വികസിത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, കൊറിയ, ചൈന അതുപോലെയുള്ള രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ ജനസംഖ്യയുടെ 70% ആൾക്കാരും എന്താ ചെയ്യുന്നത്, ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നു അല്ലേ. നമ്മൾ അവിടെ ഒരു 10 കോടീശ്വരന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിലെ 5 പേരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവരായിരിക്കും. മനസ്സിലായോ? ഇന്ന് ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 22,500 കോടിൻ്റെ ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സാധ്യത. ഫിക്കി പോലുള്ള പ്രസ്ഥാനങ്ങൾ പറയുന്നത് വരും കാലങ്ങളിൽ 2025 ലാസ്റ്റോടുകൂടി 36,500 കോടിൻ്റെ ബിസിനസ്സായി മാറും. ഇന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലിയുണ്ടോ? എല്ലാവർക്കും ജോലിയുണ്ടോ? പണ്ട് കാലമല്ല അത്. രണ്ടാമത്തത്, ഇന്ന് AI യുഗമാണ് അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ടൈമാണ്. ഇന്ന് ഉള്ള ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മൈക്രോസോഫ്റ്റിന് എത്രയോ പേരിന് പിരിച്ചുവിട്ടു, ഗൂഗിളിൽ നിന്ന് എത്രയോ പേരിന് പിരിച്ചുവിട്ടു. ഇന്ന് ബാങ്കുകളിൽ സ്റ്റാഫില്ലാതെ വർക്ക് ചെയ്യാനുള്ള സിസ്റ്റമായി. ഏതൊക്കെ സർവീസ് സെക്ടർ ഉണ്ടോ അവിടെ നിന്നെല്ലാം ഉള്ളവരുടെ ജോലിക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് ഒരു ഓപ്ഷനേ ഉള്ളൂ, എന്ത്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ്. ഓക്കെ, വരും കാലത്തെ ഏറ്റവും വലിയ ഫ്യൂച്ചറാണ് എന്ത്? ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഈ ഹെർബാ ലൈഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പല നെഗറ്റീവ്സാണ് ഇന്നീ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹെർബാ ലൈഫ് ന്യൂട്രീഷൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും, കരളടിച്ചു പോകും എന്നൊക്കെ പല ലോക്കൽ ചാനലുകളിലും കാണുന്നുണ്ട്. ഇതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് കാർത്തിക. അതായത് മാങ്ങിയുള്ള മരത്തിലെ കല്ലെറിയുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ പണ്ട് കാലത്ത്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു മലയാളീസാണ്, നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്ന വ്യക്തികളാണ്. ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ട കാര്യം, ഹെർബാ ലൈഫ് കമ്പനി വന്നിട്ട് 45 വർഷമായി. 1980 ഫോം ചെയ്തൊരു കമ്പനിയാണ്. ഇത് കേരളത്തിൽ മാത്രം റൺ ചെയ്യുന്നൊരു കമ്പനിയല്ല, 95 രാജ്യങ്ങളിലാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. 45 വർഷമായിട്ട് 95 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നൊരു കമ്പനി. ഒരു കമ്പനിക്ക് ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെയോ പൊട്ടന്മാരാക്കാം, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തന്നെ പൊട്ടന്മാരാക്കാം. ഈ 95 രാജ്യക്കാരനെയും പൊട്ടന്മാരാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ചില എന്താ പറയുക, ചില മാഫിയകൾ എന്ന് തന്നെ പറയാം, അവരെങ്ങനെയാ വെച്ചാൽ, എനിക്ക് നേരിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. പല കമ്പനീസിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഇത്ര ലക്ഷം തരണം, ഇത്ര കോടി തന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വീഡിയോ ഇടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് നമ്മൾ നിരസിച്ചാൽ എന്ത് ചെയ്യും? അവർ നമുക്കെതിരെ ഇതുപോലെയുള്ള പല ഫേക്ക് വീഡിയോസ് ഇടും. നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഇത് കഴിച്ചിട്ടുള്ള വ്യക്തികൾ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ടോ? ഇത് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ഹെർബാ ലൈഫിൽ സ്റ്റേ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് വേണം ഈ പ്രൊഡക്റ്റ് എന്താണെന്നും ഈ കിഡ്നി പോകുന്നുണ്ടോ ലിവർ പോകുന്നുണ്ടോ എന്നുള്ള ചോദിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ മോളോട് ഒരു വ്യക്തി വന്നിട്ട് പറയാണ്, മോൾ അടുത്ത ആഴ്ച മരിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയണം, മോൾ ഏത് രീതിയിലായിരിക്കും എടുക്കുക? ഒരു തമാശ രീതിക്ക് എടുക്കും. തമാശ രീതിയിൽ എടുക്കും അല്ലേ? ഇതേത് മോളോട് ഒരു ജോത്സ്യനാണ് പറയുന്നത്, ഓക്കെ, ഒരു പണിക്കർ ജോത്സ്യനാണ് പറയുന്നതെങ്കിൽ എങ്ങനെ എടുക്കും? ചെറുതായൊക്കെ വിശ്വസിക്കും. ഇതേ ഒരു സബ്ജക്റ്റ് മോൾ അടുത്ത ആഴ്ച മരിക്കുമെന്ന് ഒരു ഡോക്ടർ പറയുകയാണെങ്കിലോ സീരിയസ് ആയി എടുക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോൾ എന്തിനാ ഈ ഡോക്ടർ പറഞ്ഞപ്പോൾ സീരിയസ് ആയി എടുക്കുന്നത്? കാരണം ഡോക്ടർക്കേ അറിയുള്ളൂ എന്ത് നിങ്ങളുടെ ഡീറ്റെയിൽ അല്ലേ, ആര് പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും വ്യക്തി വന്നിട്ട് ഒരു കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കിഡ്നി പോവും ലിവർ പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര് പറയുന്നു. ഓക്കെ, സോ ഇതൊരിക്കലും അല്ല. ലോകത്തിൽ നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കുമ്പോൾ അതിൽ വരും ലോകത്തിലെ നമ്പർ 1 ന്യൂട്രീഷൻ ഫുഡ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരും ഹെർബാ ലൈഫ്. ഓക്കെ, അപ്പം നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങളെ വിശ്വസിക്കുക, അല്ലാതെ ഇതുപോലെ ഒരു ഏഴാംകൂലി ചാനലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് നമ്മളതിനെ നല്ല രീതിയിൽ എടുക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലോട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലോട്ട് വരുന്ന പലരും പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകുന്നൊരു അനുഭവമുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണ് പകുതിക്ക് വെച്ച് പലരും വിട്ടിട്ട് പോകണമെന്നല്ലേ? മോളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ മാത്രമല്ല, ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ നാട്ടിൽ നോക്കുക, ഒരുപാട് തുണിക്കടകൾ വരുന്നുണ്ടാവും അല്ലേ? എല്ലാ തുണിക്കടകളും സ്റ്റേ ചെയ്യാറുണ്ടോ? ഇല്ല. ഒരു 5% വരെ അതിലെന്ത് ചെയ്യുള്ളൂ, വിജയിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഹോട്ടൽ വരുന്നുണ്ടാവും. ഈ ഹോട്ടലിൽ എന്താണ്, എല്ലാ ഹോട്ടലും സ്റ്റേ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരും വിട്ടു പോകുന്നുണ്ട്. അതിൽ 5% ആൾക്കാരാണ് സ്റ്റേ ചെയ്യുന്നത്. ഏതൊരു മേഖല ആയിക്കോട്ടെ, ആരാണോ പ്രോപ്പർ രീതിയിൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അവർ മാത്രമേ ഇവിടെ നിലനിൽക്കത്തുള്ളൂ. ഓക്കെ, എല്ലാവരും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ എന്താ ഇവർ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ, ഇതിലെ വലിയ വലിയ ലീഡേഴ്സിനെ കാണുന്നു. ലീഡേഴ്സിനെ കണ്ടു, അവർ 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്ന ലീഡേഴ്സിനെ കാണുന്നു. ഇവരും എനിക്കും പൈസ ഉണ്ടാക്കാം എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, വരുന്നു. ഈ സിസ്റ്റത്തിന് കണക്റ്റ് ആവുന്നു. 1 മാസം 2 മാസം 3 മാസം സിസ്റ്റം ഫോളോ ചെയ്യും, അതിൽ കോടികൾ കിട്ടില്ല. ഇതൊരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്കീമല്ല. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 3 to 5 ഇയേഴ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് അവർ പറയുന്ന സിസ്റ്റം, ഓരോ കമ്പനിക്കും അവരുടെ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ആരാണോ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അതിലൂടെ സക്സസ് ആവും. പക്ഷേ ഇവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ജാതി ചോദിക്കുന്നില്ല, നിങ്ങളുടെ മതം ചോദിക്കുന്നില്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് വിജയിക്കാനുള്ള, ലൈഫിൽ വിജയിച്ച് കാണിക്കാനുള്ള ഒരു ഡ്രീംസോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അത് പഠിപ്പിച്ചു കൊടുക്കലാണ് ഞങ്ങളുടെയൊക്കെ ഡ്യൂട്ടി. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഈ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ കോൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഓക്കെ. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ചും പൊതുവായി ഉണ്ടായിരുന്ന പല സംശയങ്ങൾക്കും ഇന്ന് മിസ്റ്റർ സതീഷ് കുമാറിലൂടെ മറുപടി ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാനായി നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ഓർ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം കാർത്തിക. ഗുഡ് ബൈ.